ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന തുടരെ എന്ന ഫിലിമിന്റെ റിവ്യൂ പറയാൻ വേണ്ടിയാണ്. നമ്മളെ കൂടെ ഇപ്പൊ ഇസു ബേബി ഉണ്ട്. ഇതാണ് എന്റെ ഇസു ബേബി. അപ്പൊ നമുക്ക് ഫിലിമിന്റെ ഇതിലോട്ട് പോവാം. എങ്ങനെയുണ്ട് ഫിലിം? നമ്മൾ ഒരു പ്രതീക്ഷ ഇല്ലാതെ നമ്മൾ പോയി കണ്ടൊരു സിനിമയാണ്. പക്ഷെ സിനിമ അടിപൊളിയാണ് ഫിലിം. നമ്മള് കൊറേ നാക്ക് ശേഷം ഒരു നല്ല പൊളി സിനിമ കണ്ടു. നല്ല ഇതാണ്, ഒരു ലാഗും ഇല്ല. ഫസ്റ്റ് നമ്മൾ വിചാരിക്കും, ആദ്യത്തെ ഞാൻ എന്തുവാന്ന് വിചാരിച്ചു. പക്ഷേ ഹാഫ് ആവണന് മുന്നിൽ തന്നെ എന്നെ പിടിച്ചിരുത്തി കളഞ്ഞു. സൂപ്പറാണ്, ലാഗ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ബട്ട് സൂപ്പർ ഫിലിമാണ്. പറഞ്ഞ മോഹൻലാലിനെ നല്ല വൃത്തിയ ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തി യൂട്ടിലൈസ് ചെയ്തു. ഓരോ നമ്മൾ കൈ ആയാലും കാലായാലും താടിയായാലും നമ്മൾ അവന്റെ കൂടെ അവനൊന്നും വീണ്ടും ലാലേട്ടന്റെ ലാലേട്ടൻ പൊളിച്ച് എന്ന് പറഞ്ഞ അഭിനയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അഭിനയം. നമ്മളെ പഴയ ലാലേട്ടൻ വന്ന് നിൽക്കുന്ന ഒരു ഫീല്. ഫിലിമിൽ കുറെ ട്വിസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നന്നായിട്ടുള്ള ക്യാമറ വർക്ക് ഒക്കെ ആയിരുന്നു, അടിപൊളിയാണ്. വേറെ ഒന്നും പറയില്ല. പിന്നെ നമ്മുടെ ശോഭനാമ്മയും പഴയ തിരിച്ചു വന്നു, കോംബോ അല്ലേ ഇത്? തിരിച്ചു വന്നു. മോഹൻലാൽ അടിപൊളിയാണ്, അടിച്ച് പൊളിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മള് സിനിമ എന്തൊരു അഭിനയം. വന്നു ബാക്കില് അങ്ങനെ സിനിമ നല്ലൊരു കൊറേ നാള് ശേഷം ഇപ്പൊ മമ്മൂട്ടിയുടെ ഇറങ്ങി. ഫിലിം എങ്ങനെയാണ് വന്ന് തുടങ്ങും, സ്റ്റാർട്ടിങ് ടു എൻഡിങ് കഥ പറഞ്ഞെടുക്കാനോ? കഥയായിട്ടല്ല, മീൻസ് ആദ്യം നമ്മൾ പിടിച്ചിരുത്തി എങ്ങനെയൊക്കെ പറഞ്ഞുകൊടു. കഥ പറയണ്ട, പിടിച്ചിരുത്തി വൈകിയതിലൊക്കെ പിടിച്ചിരുത്താൻ. അങ്ങനെ നമ്മളെ മോഹൻലാലിനെ നല്ല വൃത്തിയ സിനിമയിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഓരോ ചലനം, ആ കൈയിലെ ചലനമായാലും പിന്നെ കാലൊര ചലിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ കുളിക്കുമ്പോഴുള്ള സീന്, ആ വിഷമം കഥയിലല്ലേ വിഷമം. ഞാൻ ഒരു കരഞ്ഞു ആ സമയത്ത്. ഇതൊരു തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള മൂവിയാണ്. നമ്മൾ ആദ്യം വിചാരിച്ച മൊബൈലിൽ കാണണമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ കാണണമെന്നേ വിചാരിച്ചിരുന്നില്ല, എനിക്ക് അത്ര താല്പര്യമൊന്നും. പക്ഷേ ഇപ്പൊ കൊറേ സിനിമ ഇറങ്ങി, മമ്മൂട്ടിയുടെ ഇറങ്ങി, അത് കൊള്ളത്തില്ല. പിന്നെ റീസെന്റ് ഇറങ്ങിയ കൊറേ നാളത്തെ ഒരു ഫിലിമും കൊള്ളത്തില്ലായിരുന്നു. അത് വെച്ച് നോക്കുമ്പോ ഇത് സൂപ്പറാണ്. ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയില്ലേ, ഭയങ്കര എമ്പുരാൻ. അത് കൊറേ പ്രൊമോഷനൊക്കെ. ഇത് ഒരു പ്രൊമോഷനും ഞാൻ കണ്ടില്ല, ഒന്നും കാണാതെ പോയി കണ്ടേ. എമ്പുരാനെ കാട്ടി സൂപ്പർ. എമ്പുരാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സത്യം ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഫസ്റ്റ് ഷോയ്ക്കാണ് അതും പോയത്, ഫ്ലോപ്പ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന ഫിലിമായിരുന്നു. ബട്ട് ഇത് കമ്പയർ ചെയ്തല്ല, എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടതിനേക്കാളും. അങ്ങനെ പിന്നെ ഇതെല്ലാരും കാണണം ഈ സിനിമ. ഒരു ദൃശ്യം വന്നിട്ടുണ്ട്, എല്ലാ ഫിലിമിന്റെയും കുറച്ച് ദൃശ്യം വന്നിട്ടുണ്ട്. കാലം തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒപ്പം എനിക്ക് ചില ഭാഗത്ത് ഒപ്പം സിനിമയില്ല പുലിമുരുകന്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇങ്ങനെ നടക്കണത് പിന്നെ എങ്ങനെയാണ് ഫിലിമിൽ വന്നേന്ന പോലത്തെ ഒരു കഥ പോലുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷെ കാണേണ്ട ഒരു സിനിമയാണ്. ആരും മിസ് ചെയ്യരുത്. എല്ലാരും കാണണം, എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. ബൈ. നെക്സ്റ്റ് ഇനി അടുത്ത ഫിലിം കണ്ടിട്ട് നമ്മൾ ഇനിയും ഇതേപോലത്തെ റിവ്യൂ ആയിട്ട് വരാം. ബൈ. മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ. ഈ എമ്പുരാനെ പാടിയാണ്. ഓക്കെ ബൈ.